ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണത്തിൽ ലോകമെമ്പാടും നിന്നും ആദരാഞ്ജലികൾ അർപ്പിക്കുമ്പോൾ ഇസ്രായേലും വത്തിക്കാനും തമ്മിൽ തെറ്റിപ്പോയ നയതന്ത്ര ബന്ധം ചൂണ്ടിക്കാട്ടി ഇസ്രായേൽ പാപ്പാ വിരുദ്ധ നിലപാട് എടുത്തിരിക്കുകയാണ്. ഫ്രാൻസിസ് പാപ്പായുടെ മരണാനന്തരം ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ എക്സ് പേജിൽ ഒരു അനുശോചന സന്ദേശം കുറിച്ചിരുന്നു. എന്നാൽ ആ സന്ദേശം വേഗം തന്നെ നീക്കം ചെയ്തിരുന്നു. ഇസ്രായേൽ മാധ്യമമായ വൈനെറ്റിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ലോകമെമ്പാടുമുള്ള ഇസ്രായേൽ നയതന്ത്ര പ്രതിനിധികളോട് അനുശോചനം നടത്തുകയോ വത്തിക്കാൻ എംബസിയിലെ അനുശോചന ബുക്കിൽ ഒപ്പിടുകയോ ചെയ്യരുതെന്ന് ഇസ്രായേൽ സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഡിലീറ്റ് ചെയ്ത പോസ്റ്റിനെ കുറിച്ച് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചില്ല എങ്കിലും ഇസ്രായേലിനെ പ്രതിനിധീകരിച്ച് വത്തിക്കാനിലെ ഇസ്രായേൽ അംബാസഡർ യാരോൺ സൈറ്റ്മാൻ പാപ്പയുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കും എന്നറിയിച്ചു. അപ്പോൾ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രിയോ വിദേശകാര്യമന്ത്രിയോ ഫ്രാൻസിസ് പാപ്പയുടെ മരണത്തെക്കുറിച്ച് മൗനം പാലിച്ചു. ഇരുവരും ഇന്ത്യയിൽ പഹൽഗാമിൽ ഉണ്ടായ ഭീകരാക്രമണത്തിൽ പൊലിഞ്ഞ 28 ജീവനുകളെക്കുറിച്ച് സംസാരിച്ചു. ഗാസ ഇസ്രായേൽ സംഘർഷത്തെ തുടർന്നാണ് വത്തിക്കാനും ഇസ്രായേലും തമ്മിലുള്ള നയതന്ത്ര ബന്ധം തകർന്നത്. പോപ്പ് ഫ്രാൻസിസ് എപ്പോഴും ഇസ്രായേൽ സൈന്യത്തിന് എതിരായാണ് സംസാരിച്ചിരുന്നത്. ഈ അഭിപ്രായങ്ങൾ ഇസ്രായേലിനെ രാഷ്ട്രീയമായി പൊതുമുഖത്ത് ദുഷ്പേര് ഉണ്ടാക്കിയെന്ന് ഇസ്രായേൽ കരുതുന്നു. ചൊവ്വാഴ്ച പ്രസിദ്ധീകരിച്ച ജെറുസലേം പോസ്റ്റിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: പാപ്പ ആയതു മുതൽ ജൂതരാഷ്ട്രത്തോട് വ്യത്യസ്ത നിലപാടാണ് ഫ്രാൻസിസ് പാപ്പ എടുത്തിരുന്നത്. അവസരങ്ങൾ പാഴാക്കിയ വ്യക്തിയായി ആയിരിക്കും ചരിത്രം അദ്ദേഹത്തെ ഓർക്കുക. ഈ സമയത്തെ രാഷ്ട്രീയത്തിന് മീതെ ഉയരുവാൻ കഴിയാത്ത പോപ്പ്, ഇസ്രായേലിന്റെ തകർച്ച ആഗ്രഹിച്ചിരുന്നവർക്ക് ധാർമ്മിക കവചം ഉണ്ടാക്കിക്കൊടുത്ത പോപ്പ് എന്നിങ്ങനെ ഇസ്രായേൽ പോസ്റ്റിലെ ഈ വാചകങ്ങളാണ് ഇസ്രായേലിന്റെ നിലപാട് വ്യക്തമാക്കുന്നത്. ഇസ്രായേൽ സർക്കാരിന് വേണ്ടി ഔദ്യോഗികമായി പോപ്പ് ഫ്രാൻസിസിന് അനുശോചനം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇസ്രായേൽ പ്രസിഡന്റ് ആണ്. നിലവിലെ ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹോർസത്ത് ഒരു ഔപചാരിക സ്ഥാനം വഹിക്കുന്നതിന് പുറമെ മറ്റ് അധികാരങ്ങൾ ഒന്നുമില്ല. ഫ്രാൻസിസ് മാർപ്പാപ്പയെക്കുറിച്ച് കാരണത്തിന്റെയും വിശ്വാസത്തിന്റെയും മനുഷ്യനായിരുന്നു അദ്ദേഹം. ജൂത ജനതയോട് അഭേദ്യമായ ബന്ധമുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു മാർപ്പാപ്പ എന്നും പറഞ്ഞ് പ്രസിഡന്റ് ഔദ്യോഗികമായി അനുശോചനം രേഖപ്പെടുത്തിയിരുന്നു. അതേസമയം ഇറ്റലിയിലെ ഇസ്രായേൽ അംബാസഡർ ജോനാഥാൻ പേലറ്റ് മാർപ്പാപ്പയെക്കുറിച്ച് അദ്ദേഹം നീതിക്ക് വേണ്ടി സമാധാനത്തിന് വേണ്ടിയും അഹോരാത്രം പ്രവർത്തിച്ച ആർദ്രചിത്തനായ നേതാവായിരുന്നു എന്ന അനുശോചന വാക്കുകൾ ഇതുവരെ നീക്കം ചെയ്തിട്ടില്ല.